Dear students, welcome to Winners Academy. NIOS class. നമ്മൾ എടുക്കുന്നത് മലയാളം പാഠം 20. ഇന്നു ഞാൻ നാളെ നീ. ഇന്നു ഞാൻ നാളെ നീ എന്ന ജി ശങ്കരക്കുറുപ്പിന്റെ കവിതയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ കവിയുടെ ഉള്ളിലെ ആശയം തന്നെയാണ് കവിതയിലൂടെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അന്തിയാവുമ്പോൾ പകൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പകലിന്റെ ദൈർഘ്യം കുറഞ്ഞു വരികയും പകല് ക്ഷീണിച്ച് അവസാനം അസ്തമയത്തിലേക്ക് പോകുകയും ചെയ്യുന്നു. അപ്പോൾ നിഴല് കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. ആകാശത്ത് നക്ഷത്രങ്ങൾ കൂടി വരുന്നു. അങ്ങനെ പകല് എന്നേക്കുമായിട്ട് അസ്തമിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ പകലിന്റെ അസ്തമയം ഒരു മൃതദേഹത്തിന് തുല്യമായി മാറുകയാണ്. അപ്പൊ പകലിന്റെ അസ്തമയമാണ് ഇവിടെ മൃതദേഹമായി മാറുന്നത്. എങ്ങു നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു എന്ന് അറിയാൻ പറ്റാത്ത ഒരു ജീവിത പ്രതിഭാസമാണ് ജീവിതം എന്ന് കവി പറയാണ്. ഓരോ മനുഷ്യനും മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന ജീവിത സത്യമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പകൽ വളരെയധികം ബാലസൂര്യനായി പിന്നീട് യൗവനയുക്തയായി ഒരു പകൽ ഇങ്ങനെ അത്യുച്ഛരമായ രീതിയിൽ മുന്നോട്ട് കുതിച്ച് അവസാനം വൈകുന്നേരമാകുമ്പോഴേക്കും അതിന്റെ നിഴലുകൾ കൂടിക്കൂടി അത് അസ്തമയത്തിലേക്ക് പോയി അങ്ങനെ പകൽ എന്നേക്കുമായിട്ട് എന്താണ് ഒരു മൃതശരീരമായി മാറുന്നത് പോലെ മനുഷ്യന്റെ ജീവിതവും ഇങ്ങനെയാണ് എന്ന സത്യം കവി നമ്മളെ എന്താക്കുകയാണ് ബോധിപ്പിക്കുകയാണ്. ശവപ്പെട്ടിയുടെ ചലനമാണ് ജീവിതത്തിന്റെ ഗതിയെ നിർണയിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതിലെഴുതിയിട്ടുള്ള അക്ഷരങ്ങൾ ഇന്നു ഞാൻ നാളെ നീ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇന്നല്ലെങ്കിൽ നാളെ മരണത്തിന് വിധേയമാകേണ്ടവരാണ് എന്ന പ്രപഞ്ച സത്യം അദ്ദേഹം പറയുകയാണ്. അപ്പോ കവിയുടെ ഉള്ളിലുള്ള മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ, അങ്ങനെ മണ്ണിൽ നിന്ന് വന്ന മനുഷ്യൻ അവസാനം മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്ന ഏറ്റവും വലിയ ജീവിത തത്വത്തെയാണ് ശങ്കരക്കുറുപ്പ് അവതരിപ്പിച്ചിട്ടുള്ളത്. ജി ശങ്കരക്കുറുപ്പ് വളരെയധികം സൂക്ഷ്മമായിട്ടുള്ള നല്ല നിരൂപകൻ കൂടിയാണ്. കവിതയിലൂടെയും അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള സാഹിത്യ സൃഷ്ടിയിലും നമുക്കറിയാം ജീവിതത്തെ വളരെ വിശദമായ രീതിയിൽ നിരൂപണം ചെയ്തിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്, കവിയാണ് ജി ശങ്കരക്കുറുപ്പ് എന്നുള്ളത്. അങ്ങനെ മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ആരും ബാലാവസ്ഥയിലോ യൗവനാവസ്ഥയിലോ അല്ലെങ്കിൽ വാർദ്ധക്യാവസ്ഥയിലോ നിന്ന് ഇവിടെ നിൽക്കുന്നില്ല. എല്ലാവരും ഈ അവസ്ഥകളെല്ലാം കഴിഞ്ഞാൽ അവസാനം എന്താണ് അസ്തമിക്കാൻ പോകുന്നതിന് തുല്യമാണ് എന്ന ജീവിത സത്യമാണ് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന കവിതയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പാഠം 21 1, 2, 3 വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവിതയാണ്. മലയാളത്തിന്റെ സ്ത്രീ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ഇവിടെ അദ്ദേഹം ചുരുങ്ങിയ വരികളിലൂടെ ഒരു വലിയ മഹാസംഭവം വായനക്കാരുടെ മനസ്സിലേക്ക് എത്തിക്കുകയാണ്. എപ്പോഴും നമുക്ക് വേണ്ടത് സമാധാനമാണ്. ഐശ്വര്യത്തെക്കുറിച്ചും സമൃദ്ധിയെക്കുറിച്ചും അതേപോലെ തന്നെ സമാധാനത്തെക്കുറിച്ചും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കവികളിൽ ഒരാളാണ് വൈലോപ്പള്ളി. അതുകൊണ്ടാണ് മലയാളത്തിന്റെ സ്ത്രീ അല്ലെങ്കിൽ ഐശ്വര്യം എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. മനുഷ്യന് സമാധാനം ഉണ്ടാകണമെങ്കിൽ ഈ ലോകത്തെ എന്തു പാടില്ല? യുദ്ധങ്ങളും സംഘർഷങ്ങളും പാടില്ല. ഈ ലോകം നൽകിയ 2 യുദ്ധങ്ങളും അതിവിതച്ച മഹാമാരികളും ആ ദുരന്തങ്ങളും അത് മനുഷ്യ വംശത്തെ എത്രത്തോളം നാശത്തിലേക്ക് നയിച്ചു എന്ന ഏറ്റവും വലിയ സത്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യുദ്ധത്തിലൂടെ എല്ലാ മക്കളെയും പേരമക്കളെയും എല്ലാം നഷ്ടപ്പെട്ട ഒരു മുത്തശ്ശിയുടെ വിലാപമാണ് ഈ കവിതയിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ആ മുത്തശ്ശിയുടെ മക്കളും അവരുടെ മക്കളും എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ എന്ത് ചെയ്യണം അറിയണം, എങ്ങനെ കരയണം, എങ്ങനെ വിങ്ങിപ്പൊട്ടണമെന്ന് അറിയാൻ പോലും
അറിയാതെ ജീവിതം തള്ളി നീക്കുന്ന ഒരു മുത്തശ്ശിയുടെ ദയനീയതമായ കഥ. ട്രെയിനിൽ ഒരുപാട് പട്ടാളക്കാർ യാത്ര ചെയ്യുന്നു. അവരുടെ അടുത്ത് തന്നെ യുവതികളും യാത്ര ചെയ്യുന്നു. എല്ലാവരും സന്തോഷകരവും അതേപോലെ തന്നെ അവരുടേതായ സുഖഭോഗങ്ങളിലും അധിഷ്ഠിതമായിട്ട് അവരിങ്ങനെ സന്തോഷിച്ച് യാത്ര ചെയ്യുകയാണ്. തൊട്ടപ്പുറത്ത് നിന്ന് ഈ മുത്തശ്ശി വിലപിച്ചുകൊണ്ട് ദയനീയമായി പെരുമാറുമ്പോൾ കാണുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം അത് വെറും ഒരു പരിഹാസ്യ കഥാപാത്രമായി മാറുകയാണ് മുത്തശ്ശി. എന്നാൽ മുത്തശ്ശി ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട, യുദ്ധത്തിലെല്ലാം നഷ്ടപ്പെട്ട് അവശേഷിച്ച വ്യക്തിയായിട്ട് മാറുകയാണ്. എല്ലാവരെയും നഷ്ടപ്പെട്ട ആ മുത്തശ്ശിക്ക് ഈ ലോകത്തെ ഇനി ആരുമില്ല എന്ന ആ സത്യം സമാധാനമില്ലാത്ത ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്ദേശമാണ് നൽകുന്നത്. അവസാനം മുത്തശ്ശിയുടെ എല്ലാ കഥകളും അവർ കേട്ടപ്പോൾ ആ ട്രെയിൻ മൂകമാകുന്ന അവസ്ഥയാണ്. ദുഃഖസാന്ദ്രമായ അന്തരീക്ഷമാണ് പിന്നീട് അവിടെ കാണുന്നത്. അങ്ങനെ മൂകമായി മാറുന്ന യുദ്ധഭീകരത, മഹാദുരന്തങ്ങൾ, ലോകത്തിന് സമ്മാനിക്കുന്ന ഏറ്റവും വലിയ വിപത്തുകൾ, ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ലോകത്തിന് എന്ത് നേടിക്കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചോദ്യമായി തന്നെ ആവർത്തിക്കുകയല്ലാതെ ഈ ലോകത്തിന് ഒരു യുദ്ധവും ഒന്നും നേടിക്കൊടുത്തിട്ടില്ല. പ്രശസ്തരായിട്ടുള്ള ചക്രവർത്തിമാർ ഒരുപാട് സാമ്രാജ്യങ്ങളും ലോകത്തിന്റെ മിക്കവാറും തന്നെ തങ്ങൾ ആക്രമിച്ച് കീഴടക്കിയിരുന്നു. പക്ഷേ ആ കീഴടക്കിയിട്ടുള്ള ഒരു ചക്രവർത്തിയും ഒരു രാജാവും ഇന്ന് ഈ കാലം വരെ ഈ ലോകത്ത് സുഖസന്തോഷകരമായിട്ട് ജീവിച്ചിട്ടില്ല. നിശ്ചിതമായ കാലത്തിലൂടെ അവരും ഈ കാലയവനികയ്ക്ക് പിന്നിലേക്ക് പോയി മറഞ്ഞു. അതുകൊണ്ടാണ് യുദ്ധങ്ങളിലൂടെ ഈ ലോകത്തിന് ഒന്നും നേടാനില്ല. ഈ യുദ്ധങ്ങൾ ലോകത്തിന് നൽകുന്നത് ഭീകരതകളാണ്, സമാധാനമില്ലാത്ത അവസ്ഥയാണ്, ദുരന്തങ്ങളാണ്, എല്ലാ നഷ്ടങ്ങളുമാണ് എന്ന ഏറ്റവും വലിയ സന്ദേശം 1, 2, 3 എന്ന് പറയുന്ന കവിതയിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഐശ്വര്യ സമൃദ്ധമായ, സമാധാനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ്, ലോക ജീവിതമാണ് വേണ്ടത് എന്ന് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ പറയുന്നു. പാഠം 22 അന്തിത്തിരി. അന്തിത്തിരി എന്ന് പറയുന്നത് കേരളീയ ജീവിതത്തിൽ വളരെ നമുക്ക് പരിചിതമായ ഒരു വാക്കാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് സന്ധ്യാദീപം വെക്കുക എന്നുള്ളത്. അന്തിത്തിരി അസ്തമിച്ചു തീരുന്ന സൂര്യന്റെ അവസാന കിരണത്തെ ഒരു തിരിയിലേക്ക് ആവാഹിച്ച് അതൊരു വിളക്കായി ജ്വലിക്കുന്ന ഒരു പ്രഭയോടുകൂടി ഈ ലോകത്ത് നിലനിൽക്കണേ എന്ന സന്ദേശം ആ അന്തിത്തിരി അല്ലെങ്കിൽ സന്ധ്യാദീപം എന്ന് പറയുന്ന വസ്തുതയിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് ഇടശ്ശേരി ഗോവിന്ദൻ നായർ പറയുകയാണ്. മാനവികതയെക്കുറിച്ചു, മഹത്തായ സന്ദേശങ്ങളെക്കുറിച്ച് മിത്തുകളിലൂടെയും അതേപോലെ തന്നെ ഗ്രാമജീവിതത്തിന്റെ നന്മകളിലൂടെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വളരെയധികം വിലയിരുത്തിക്കൊണ്ട് മനുഷ്യ ജീവിതത്തെ സാഗൂതം നോക്കിയ എഴുത്തുകാരനാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. വെളിച്ചമെന്നും നിലനിൽക്കണം. തമസോമ ജ്യോതിർഗമയ. ഇരുട്ടിൽ നിന്ന് ജ്യോതിസിലേക്ക്, പ്രകാശത്തിലേക്കായിരിക്കണം ഈ ലോകം പോയിക്കൊണ്ടിരിക്കേണ്ടത്. ഇവിടെ നഷ്ടപ്പെടുന്ന സൂര്യപ്രകാശത്തെ വിളക്കിലേക്ക് ആവാഹിക്കുന്ന വസ്തുതയായി നമ്മൾ സന്ധ്യാദീപത്തെ കണ്ടു. അങ്ങനെ അവിടെ നമുക്കറിയാം ഈ സൂര്യന്റെ യാത്രയ്ക്ക് പ്രധാനമായിട്ടും ആ സൂര്യൻ അവസാനമായി സഞ്ചരിച്ച് വാർദ്ധക്യ സൂര്യനായി മാറുമ്പോൾ, സായാഹ്നത്തിലെത്തുമ്പോൾ ആ സൂര്യൻ 3 ആളുകളെ സമീപിക്കുകയാണ്. ഒന്നാമത് സമീപിച്ചത് ഒരു മുത്തശ്ശിയാണ്. പക്ഷേ നഷ്ടപ്പെടാൻ പോകുന്ന, മൃതമാകാൻ പോകുന്ന ആ സൂര്യനെ സ്വീകരിക്കാൻ, പ്രവേശിക്കാൻ, തന്റെ വീട്ടിലേക്ക് സ്വീകരിക്കാൻ മുത്തശ്ശി ഒട്ടും തയ്യാറായില്ല. പിന്നീട് സൂര്യൻ, ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ സൂര്യൻ സമീപിച്ചത് സുന്ദരിയായ ഒരു പെൺകുട്ടിയെയാണ്, സുന്ദരിയായ യുവതിയാണ്. എന്നാൽ അവളും സ്വീകരിച്ചില്ല. കാരണം അവള് പ്രണയവും കാമത്തിന്റെയും ആവേശത്തിൽ ഈ ലോക ജീവിതം സുഖഭൂയിഷ്ടമാക്കാൻ തീരുമാനിച്ചവളാണ്. വാർദ്ധക്യനായിട്ടുള്ള ഈ സൂര്യനെ സ്വീകരിക്കാൻ അവൾ ഒട്ടും തയ്യാറായില്ല. മൂന്നാമത്തെ ഘട്ടത്തിൽ സൂര്യൻ സമീപിച്ചത്
ഒരു ബാലികയാണ്. അപ്പം ബാലികയ്ക്ക് സൂര്യനെ കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി. ഈ ലോകത്തിന് മുഴുവൻ എന്താണ് വെളിച്ചം നൽകുന്ന, ഈ ലോകത്തിന് എല്ലാ ഊർജവും എല്ലാ ഐശ്വര്യവും എല്ലാ പ്രകാശവും നൽകുന്ന ജ്യോതിസ് എന്ന ആയ സൂര്യനെ വളരെയധികം സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആര് സ്വീകരിക്കുകയാണ്? ബാലിക സ്വീകരിക്കുന്നു. അങ്ങനെ പ്രഭാപൂരിതമായ ഒരു പുതുതലമുറ ഇവിടെ ഉണ്ടാകണം. പ്രഭാപൂരിതമായിരിക്കണം നമ്മുടെ പുതുതലമുറകൾ. അവരൊന്നും എന്താണ് അന്ധകാരത്തിൽ പെട്ടുപോകരുത്. സമകാലിക സംഭവം എടുത്തു പറയുകയാണെങ്കിൽ നമുക്കറിയാം, ലഹരിയിലും അതേപോലെ തന്നെ അടിമപ്പെട്ട് ജീവിതം എന്താണ് നായാട്ടായി മാറിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ ആണ് നമ്മൾ കാണുന്നത്. സ്കൂളുകളിൽ വെച്ചായാലും അതേപോലെ തന്നെ ഓരോ ഗ്രാമങ്ങളിലായാലും നഗരങ്ങളിലായാലും പട്ടണങ്ങളിലായാലും കുട്ടികളെല്ലാം ലഹരിക്ക് വിധേയമായി മാറുന്നു. എന്നാൽ കുട്ടികൾ ഒരിക്കലും എന്താണ് അങ്ങനെ ആവേണ്ടവരല്ല. അവർ നാളെയുടെ വെളിച്ചമാണ്, നാളെയുടെ പ്രത്യാശയാണ്. ഈ ലോകത്തിന് സന്തോഷവും സമാധാനവും കൊടുക്കേണ്ടവരാണ് പുതുതലമുറ എന്ന സന്ദേശം ഈ ോടുകൂടി ബാലിക സൂര്യനെ വളരെയധികം എന്താണ് സ്വീകരിക്കുകയാണ്. അപ്പൊ കവിതയുടെ ദർശനം തന്നെ ശങ്കര ഇടശ്ശേരി ഗോവിന്ദൻ നായർ പറയുന്നു, എന്നും എന്തായിരിക്കണം? നമ്മുടെ ഈ ലോകം പ്രകാശപൂരിതമായിരിക്കണം. നമ്മൾ ഒരിക്കലും ഇരുട്ടിലേക്ക് പോകരുത്, അന്ധകാരത്തിലേക്ക് പോകരുത്, ദുർവൃത്തിയിലേക്ക് പോകരുത്, അധർമ്മത്തിലേക്ക് പോകരുത്. നമ്മളെല്ലാവരും പ്രകാശത്തിലേക്ക്, എല്ലാ തരത്തിലുള്ള എന്താണ് ഐശ്വര്യത്തിലേക്ക്, എല്ലാ തരത്തിലുമുള്ള പ്രത്യാശയിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ എന്ന ഏറ്റവും വലിയ സന്ദേശമാണ് അന്തിത്തിരി എന്ന് പറയുന്ന കവിതയിലൂടെ ഇടശ്ശേരി ഇവിടെ കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അന്തിത്തിരി എന്ന വാക്കിന്റെ അർത്ഥം സന്ധ്യാദീപം എന്നുള്ളതാണ്. ആ സന്ധ്യാദീപം എന്നുമെന്നും ഇവിടെ ഉണ്ടാകട്ടെ. അത് പ്രകാശം മാത്രമല്ല, അത് പ്രത്യാശയാണ്. അത് നാളെയുടെ എന്താണ് കിരണങ്ങളാണ്. നാളെയുടെ ഏറ്റവും വലിയ എന്താണ് പുതുതലമുറയുടെ ഏറ്റവും വലിയ പ്രത്യാശയുടെ പ്രതീകമാണ്. വെളിച്ചം നഷ്ടപ്പെടാൻ പാടില്ല എന്ന സന്ദേശമാണ് അന്തിത്തിരിയിലൂടെ കവി ഇവിടെ എന്താക്കിയിട്ടുള്ളത്, കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. പാഠം 23 അന്നത്തെ പുണ്യം. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ആശാൻ ഉള്ളൂർ വള്ളത്തോൾ, ആശാൻ ആശയഗംഭീരൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ, വള്ളത്തോർ ശബ്ദസുന്ദരൻ. ഇവരാണ് കവിത്രയങ്ങൾ. ഇവിടെ ഉള്ളൂരിന്റെ കൃഷ്ണന്റെ ജീവിതകഥയാണ് തന്റെ അന്നത്തെ പുണ്യം എന്ന് പറയുന്ന കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. കൃഷ്ണന്റെ ജീവിത കഥ, കൃഷ്ണന്റെ ഈ ലോക ജീവിതം തന്നെ മാനവരാശിയെ രക്ഷിക്കാനുള്ളതാണ് എന്ന് അദ്ദേഹം പറയാണ്. ലോകത്തെ മയക്കിക്കൊണ്ട് ഒരുപാട് വിസ്മയങ്ങളും അത്ഭുതങ്ങളും കാണിച്ച കൃഷ്ണൻ ഈ ലോകത്തെ കപടതയിലേക്കല്ല നയിച്ചത്, ഈ ലോകത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. ഇതുപോലെ ഈ ലോകത്തെ രക്ഷകനായി വന്ന ക്രിസ്തുവിനെ അവർ തങ്ങളുടെ രക്ഷകനാണ് എന്ന് തിരിച്ചറിയാതെ അവസാനം കുരിശിലേക്കിയതുപോലെ, അതേപോലെ എന്താണ് ജീവിത കഥകൾ, ഈ കൃഷ്ണന്റെ ജീവിതം നൽകുന്നത് ഈ ലോകത്തെ രക്ഷിക്കാനുള്ള സന്ദേശമാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ജന്മം തന്നെ തൻ്റെ അമ്മാവൻ സഹോദരിയായിട്ടുള്ള തൻ്റെ അമ്മയെ തടവറയിലിട്ടു. ആ കല്ലുകൊണ്ടുള്ള തടവറയില്, തുരങ്കമായ ആ വലിയ തടവറയില് ആയിരുന്നു. ഒരു പെരുമഴക്കാലത്താണ് എന്താകുന്നത്, കൃഷ്ണൻ ജനിക്കുന്നത്. അങ്ങനെ അവിടുന്ന് ജന്മം തൊട്ട് പിന്നീട് അവസാനം കാട്ടാളന്റെ അമ്പേറ്റ് സ്വർഗം പോകുന്നത് വരെ ഈ ലോകത്തെ കൃഷ്ണൻ കാണിച്ചിട്ടുള്ള ഓരോന്നും മാനവരാശിയെ രക്ഷിക്കാനുള്ള സന്ദേശമായിരുന്നു. കൗരവ സഭയിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ പരസ്യമായിട്ട് അപമാനിച്ചപ്പോൾ, ഒരു സഭയിൽ വെച്ചിട്ട്, രാജസഭയിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ വസ്ത്രാക്ഷേപം, അവളുടെ ശരീരത്തിലെ വസ്ത്രങ്ങൾ ഇങ്ങനെ അഴിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ, അവിടെ രക്ഷകനായെത്തി അവളുടെ ശരീരത്തിലേക്ക് ഇഷ്ടം പോലെ വസ്ത്രങ്ങൾ എന്താണ് തന്റെ മായ കൊണ്ട് സൃഷ്ടിച്ച കൃഷ്ണൻ സ്ത്രീത്വത്തിന്റെ, ഈ ലോകത്തിലെ സ്ത്രീകളെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന കർത്തവ്യമാണ് അതിലൂടെ കാണിച്ചത്.
കൃഷ്ണൻ ദ്വാരകയുടെ ചക്രവർത്തിയായിട്ട് വാണിരുന്ന കാലത്ത് തന്റെ കൂടെ പഠിച്ചിരുന്ന സഹപാഠിയായ കുചേലൻ, വളരെ ദരിദ്രനായ, ഉടുതുണിക്ക് മറുതുണിയോ അല്ലെങ്കിൽ ഒരു നേരത്തെ അന്നത്തിനോ വകയില്ലാതെ കുചേലൻ കല്ലും മുള്ളും നിറഞ്ഞ കുറച്ച് നെല്ല് ഇടിച്ച് ചിവിടകം അല്ലെങ്കിൽ അവിലായിട്ടൊരു ഒരു ബണ്ടിൽ ആയിട്ട് ഒരു പൊതിയിൽ പൊതിഞ്ഞുകൊണ്ട് കൃഷ്ണനെ കാണാൻ വേണ്ടി കൃഷ്ണന്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ തന്റെ ദാരിദ്ര്യത്തെ കുറിച്ചൊക്കെ പറയണമെന്നാണ് വിചാരിച്ചത്. എന്നാൽ കൃഷ്ണന്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ വന്നത് ദരിദ്രനോ അല്ലെങ്കിൽ എന്താണ് തന്നേക്കാൾ ഏറ്റവും താഴ്ന്നവനോ എന്നല്ല നോക്കിയത്. ഞാൻ ചക്രവർത്തിയാണ്, എന്റെ കൂടെ പഠിച്ച സഹപാഠിയാണ് എത്തിയത്. വളരെ രാജോചിതമായ രീതിയിൽ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും വേണ്ട പോലെ ശുശ്രൂഷിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനിടയ്ക്ക് തന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് കൃഷ്ണനോട് പറഞ്ഞാൽ അത് അപമാനമല്ലേ എന്ന് ഓർത്തുകൊണ്ട് കുചേലൻ വന്ന കാര്യം ആരോട് പറഞ്ഞില്ല? കൃഷ്ണനോട് പറഞ്ഞില്ല. തിരിച്ച് കുചേലൻ വീട്ടിലെത്തിയപ്പോഴേക്കും കുടിൽ നിന്ന സ്ഥാനത്ത് കൊട്ടാരവും ഐശ്വര്യത്തിന്റെ പ്രതീകമായ ലക്ഷ്മി ദേവിയെ പോലെ ജനിക്കുന്ന ഭാര്യയുമാണ് കണ്ടത്. അങ്ങനെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് കൃഷ്ണൻ എന്ന സന്ദേശം ഇവിടെ നൽകുന്നു. എല്ലാ സ്ഥലത്തും രക്ഷകനായിട്ട് മാറുകയാണ് കൃഷ്ണൻ ചെയ്യുന്നത്. വനവാസകാലത്ത് സൂര്യഭഗവാൻ പാണ്ഡവർക്ക് അക്ഷയപാത്രം നൽകിയിരുന്നു. ആ അക്ഷയപാത്രം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്താഗ്രഹിച്ചാലും അതിൽ വിഭവസമൃദ്ധമായ ഇതുണ്ടാവും. അവസാനം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ ഭക്ഷണം ഉണ്ടാകില്ല എന്ന്. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ സമയത്ത് ദുര്യോധന്റെ കുബുദ്ധി ഇവർക്ക് ആ ഭക്ഷണം പോലും കിട്ടരുത്, അതുള്ള ആ അക്ഷയപാത്രം പോലും നശിച്ചു പോകണം, അങ്ങനെ ദുർവാസാവിന്റെ ശാപം അവർക്കുണ്ടാകണമെന്ന് വിചാരിച്ച ദുർവാസാവിനെ ചട്ടം കെട്ടിയാണ് ഇവരെ പോയി കാണാൻ ദുർവാസാവ് ഭക്ഷണത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു. ഇത് മനസ്സിലാക്കിയ കൃഷ്ണൻ അതിൻ്റെ അകത്തുള്ള ചെറിയൊരു ചീര ഇല കഷ്ണം കണ്ടു. അത് കൃഷ്ണൻ എടുത്ത് കഴിക്കുന്നു. ഈ സമയത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ദുർവാസാവിനും വളരെ സുഖത്തിലധിഷ്ഠിതമായ അല്ലെങ്കിൽ വളരെ നല്ലൊരു സദ്യ കഴിച്ച ആത്മനിർവൃതിയാണ് ഉണ്ടായത്. വയറ് നിറഞ്ഞ ഭക്ഷണം കഴിച്ച അനുഭൂതിയാണ് ആർക്കുണ്ടായത്? അവിടെ ദുർവാസാവിനുണ്ടായത്. അങ്ങനെ പാണ്ഡവരെ അരക്കില്ലത്തിലിട്ട് ചുട്ടിരിച്ചു കൊല്ലാൻ വേണ്ടി ദുര്യോധനൻ ശ്രമിച്ചപ്പോഴും രക്ഷകനായെത്തിയത് കൃഷ്ണൻ തന്നെയാണ്. അങ്ങനെ എല്ലാ രംഗത്തും നമുക്കറിയാം രക്ഷകനായെത്തി. അവസാനം കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തിന് വേണ്ടി തയ്യാറായി നിൽക്കെ കൃഷ്ണനെ കൗരവരും പാണ്ഡവരും വന്ന് സമീപിക്കുകയാണ്. അങ്ങനെ ഉറങ്ങിക്കിടന്ന കൃഷ്ണന്റെ അടുത്ത് കൗരന്മാരും പാണ്ഡവന്മാരും എത്തുന്നു. കൃഷ്ണൻ ആദ്യം കണ്ടത് കൗരവരെയാണ്. കൗരവർ ശ്രീകൃഷ്ണന്റെ എല്ലാ സൈന്യത്തെയും ചോദിച്ച് വാങ്ങി. ഇനിയൊരു സൈന്യം കൃഷ്ണന്റെ കയ്യിലില്ല. അങ്ങനെ കൃഷ്ണന്റെ മുഴുവൻ സൈന്യവും കിട്ടിയാൽ തങ്ങൾക്ക് പാണ്ഡവരെ കീഴ്പ്പെടുത്താമെന്ന വ്യാമോഹം. എന്നാൽ അടുത്തത് പാണ്ഡവന്മാർ സഹായം അഭ്യർത്ഥിച്ചു. പാണ്ഡവന്മാരോട് കൃഷ്ണൻ പറഞ്ഞു, ഇനി എന്റെ കയ്യിൽ സൈന്യമില്ല, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ യുദ്ധത്തിൽ ഞാൻ തന്നെ വന്ന് നിങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് യുദ്ധത്തിൽ തേർത്തത്തിലെ പാർത്ഥന്റെ സാരഥിയായിട്ട് അർജുന്റെ സാരഥിയായിട്ട് ചമ്മട്ടിയും എടുത്ത് തേര് തളിച്ചുകൊണ്ട് യുദ്ധത്തിന് സഹായിച്ചത്. അവിടെയും രക്ഷകനായിട്ട് ആരെത്തി? മഹായുദ്ധത്തിൽ പോലും രക്ഷകനായിട്ട് ആരെത്തുന്നു? കൃഷ്ണനെത്തുന്നു. അങ്ങനെ കൃഷ്ണന്റെ ജീവിത സത്യം വളരെ മനോഹരമായ ഉജ്ജ്വലമായ ഭാഷയിൽ ഉള്ളൂർ അവതരിപ്പിച്ചത് വളരെ ഗാനാത്മകമായ രീതിയിൽ ഓരോ വരികളിലും അദ്ദേഹത്തിന്റെ ആ ഉജ്ജ്വലത തെളിയിക്കുന്ന രീതിയിൽ തെളിയിച്ചിട്ടുണ്ട്. അവൻ കൃഷ്ണന്റെ ജീവിതകഥ, അതേ കൃഷ്ണന്റെ ജീവിതം തന്നെ വെറും മായയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല, അവതാര ലക്ഷ്യമായിരുന്നു, ഈ ലോകത്തെ രക്ഷിക്കാനുള്ളതായിരുന്നു എന്ന ഏറ്റവും വലിയ സന്ദേശമാണ് അന്നത്തെ പുണ്യം എന്ന് പറയുന്ന കവിതയിലൂടെ ഉള്ളൂർ അവതരിപ്പിച്ചിട്ടുള്ളത്.